പിളർപ്പിന് പിന്നാലെ ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികളുമായി ചർച്ചയ്ക്കൊരുങ്ങി NCP സെക്യുലർ. ചെറുപാർട്ടികളുമായുള്ള ലയനത്തിലാണ് നീക്കം. AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ്, മുഖം മുഹമ്മദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പുതിയ നീക്കം. ശരത് പവാർ പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് NDAയ്ക്കൊപ്പം ചേർന്നതുകൊണ്ടാണ് ബന്ധം വിച്ഛേദിച്ചതെന്ന് മുഖം മുഹമ്മദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ശരത് പവാറിൻ്റെ ജന്മനാടും അദ്ദേഹത്തിന് വോട്ടുള്ള പ്രദേശമാണ്. അവിടെ പോലും അദ്ദേഹം അവരുടെ ബന്ധു കൂടിയായിരിക്കുന്ന അജിത് പവാറിൻ്റെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുക. 87-ാമത്തെ വയസ്സിലും രാജ്യസഭയ്ക്ക് പോകാൻ വേണ്ടി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയാണ്. യാതൊരു കാരണവശാലും ഞങ്ങൾക്കത് അംഗീകരിച്ചു പോകാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയും മനസ്സിലാക്കി അടിസ്ഥാനപരമായ നയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ ആ പാർട്ടിയുമായി ബന്ധം വിച്ഛേദിക്കണമെന്ന് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ യോഗം ചേർന്നു, ആ ബന്ധം വിച്ഛേദിച്ചു. വരും കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യവുമായി സഹകരിച്ചുകൊണ്ടും സമാന ചിന്താഗതിക്കാരെ ഒത്തൊരുമിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്ഥാനമാനങ്ങൾക്കും അധികാര സ്ഥാനങ്ങളും ഉണ്ടാകുന്ന തർക്കമാണ്. രാഷ്ട്രീയ സമീപനത്തിൽ എല്ലാ കാലത്തും ഞങ്ങളെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും സഖ്യം ഒരുമിച്ചാണ്. NCPയിൽ ചേരിതിരിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഒരേ രാഷ്ട്രീയമാണ് ഞങ്ങൾക്കുള്ളത്. മറിച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. അത് ചിലപ്പോൾ ഇന്നുണ്ടാവും, ചിലപ്പോൾ നാളെയും ഉണ്ടാവും. രാഷ്ട്രീയ സമീപനത്തിൽ ഞാനും ഞങ്ങളുടെ നേതാക്കന്മാരായ 2 സംസ്ഥാന സെക്രട്ടറിമാർ ഇവരടക്കമുള്ളവർക്കൊക്കെ ഒരേ നയമുള്ളത്. അതുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുന്നത്. ബെൻസൺ ബാബു ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബെൻസൺ, NCP പിളർന്ന വാർത്ത ആ നിലയ്ക്ക് മറ്റു പല വാർത്തകളുടെയും തള്ളിക്കയറ്റത്തിനിടയ്ക്ക് ആ നിലയ്ക്ക് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു ആശയപരമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അവർ പിളർന്നിരിക്കുന്നത്. എന്താണ് അതിൻ്റെ തുടർച്ചയായി അവർ സ്വീകരിക്കാനിരിക്കുന്ന നടപടികൾ? ഹർഷൻ, നമുക്കറിയാം NCPയിലെ പിളർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദേശീയ നേതൃത്വം ആശയപരമായി വ്യതിചലിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പേരിലാണ് കേരളത്തിൽ NCPയിൽ ഒരു വലിയ പിളർപ്പ് സംഭവിച്ചിട്ടുള്ളത്. തോമസ് കെ തോമസ്, അതോടൊപ്പം തന്നെ മുൻമന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രൻ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള മുക്കം മുഹമ്മദ് അടക്കമുള്ള സംഘം ഒരു വിമത ഗ്രൂപ്പായി മാറി NCP സെക്യുലർ എന്ന പേരിലൊരു പുതിയ ഒരു പാർട്ടി രൂപീകരിക്കുന്ന അതിന്റെ ഘട്ടത്തിലേക്കാണ് അവർ കടന്നിട്ടുള്ളത്. ആ പാർട്ടി അവർ ഉദ്ദേശിക്കുന്നത്, നിലവിൽ അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സമാന ചിന്താഗതിക്കാരായിട്ടുള്ള LDFിലെ ചെറു പാർട്ടികളെ ചേർത്ത് നിർത്തി ഒരു സംവിധാനമായി മുൻപോട്ട് പോകാനുള്ള ശ്രമമാണ് അവർ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസ് S അടക്കമുള്ള ചെറു പാർട്ടികളുമായി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഈ NCP സെക്യുലർ എന്ന ഈ പുതിയ പാർട്ടി. അവർ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ നേതൃത്വവുമായിട്ടുള്ള ഒരു പടലപ്പിണക്കമാണ്. അല്ലെങ്കിൽ അവർ അവരുടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന നയങ്ങളിൽ നിന്ന് മാറി വ്യതിചലിച്ച് സംഘപരിവാർ സംഘങ്ങളോട് ചേരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പിളർപ്പ് NCPയിൽ ഉണ്ടായിട്ടുള്ളത്. ആ പിളർപ്പിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് തന്നെ ആദ്യഘട്ടത്തിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു വ്യതിചലനവും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേറ്റ വലിയ തിരിച്ചടി, അതിന്റെ ഭാഗമായി തന്നെ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് NCPയുടെ കേരളത്തിലെ നേതൃത്വത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നത്. PC ചാക്കോയെ കേരളത്തിലെ അല്ലെങ്കിൽ സംസ്ഥാന നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുകയും അവിടേക്ക് PM സുരേഷ് ബാബു എത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായി. അങ്ങനെ 2 വിഭാഗമായി NCP മാറുന്നു. PM സുരേഷ് ബാബുവും PC ചാക്കോവും അടക്കമുള്ള ഒരു സംഘം അവർ NCPയുടെ നിലവിൽ NCP ആയി തന്നെ നിലനിൽക്കുന്നു. എന്നാൽ അതിന്റെ വിമത വിഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ AK ശശീന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ മറ്റൊരു സംഘമായി അവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ എന്താണെങ്കിലും മറ്റ് ചെറു പാർട്ടികളുമായി ഒരു ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഈ വിമത സംഘം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള പാർട്ടികളെ ചേർത്ത് നിർത്തി മുൻപോട്ട് പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നതും. ഒരു കൊടിക്കീഴിൽ ഇത്തരം പാർട്ടികൾ എല്ലാവരെയും കൂടി ചേർത്ത് ഒരു കൊടിക്കീഴിൽ മുൻപോട്ട് പോകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അവരൊരു ചർച്ച നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നതിലൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം കേരള കോൺഗ്രസ് S അടക്കമുള്ള പാർട്ടികൾ, അതോടൊപ്പം തന്നെ RJDയോട് ഉൾപ്പെടെ ചർച്ച നടത്തും എന്നുള്ളതാണ് നമുക്ക് അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകളും സ്വതന്ത്രമായിട്ടുള്ള സംവിധാനങ്ങളും നിലനിൽക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ ഇവയെല്ലാം ചേർത്ത് ഒരു കൊടിക്കീഴിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ഏത് നിലയിൽ സാധിക്കും എന്നുള്ളതിൽ വലിയ ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. എന്ത് തന്നെയാണെങ്കിലും NCPയിലെ ഈ പിളർപ്പ് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല NCPയുടെ ഈ നിലപാട് അവർ ഇപ്പോൾ ഈ വിമത സംഘം LDFിനോടൊപ്പം തന്നെ നിലനിൽക്കും, അതോടൊപ്പം തന്നെ LDFിന്റെ മതേതര ചിന്താഗതികളോടൊപ്പം തന്നെ നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് ഈ NCP സെക്യുലർ എന്ന നിലവിലെ പാർട്ടിയുടെ അവരുടെ നേതൃത്വം നമ്മളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും ഈ ഒരു പിളർപ്പ് വീണ്ടും വലിയ ചർച്ചയാവുകയാണ്. അവർ മുൻപോട്ടെടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ അത് വരും കാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം LDFിനെ സംബന്ധിച്ചിടത്തോളം LDFിൽ ഇത്തരത്തിൽ NCP ഒരു പ്രധാനപ്പെട്ട കക്ഷി തന്നെയാണ്. 2 തോമസ് കെ തോമസും അതോടൊപ്പം തന്നെ AK ശശീന്ദ്രൻ
സ്ഥാനാർത്ഥി ശശീന്ദ്രൻ തുടർച്ചയായി ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും മന്ത്രിയായിരിക്കുകയും ചെയ്ത അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ അവരുടെ ഈ പിളർപ്പ് LDF-ൽ ഒരു വലിയ ചലനം സൃഷ്ടിക്കും. അത് മാത്രമല്ല, അപ്പോൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള പാർട്ടികളെ ചേർത്ത് നിർത്തി ഒരു സംഘടനാ സംവിധാനമായി മുൻപോട്ട് പോകാനുള്ള NCPയുടെ ശ്രമത്തെ LDF-ൽ ഒരു മുന്നണി എന്ന നിലയിൽ അവർ ഏത് നിലയിലായിരിക്കും എടുക്കുക എന്നുള്ളതിൽ കൂടി വലിയ ചർച്ചകൾ ഇനിയും മുൻപോട്ട് വരേണ്ടതുണ്ട്. ഹർഷൻ. റൈറ്റ്, ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.